ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ജോബുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ജോബ് നമുക്ക് കണ്ടെയ്നർ ഷിപ്പിംഗ് ആണ് ഗൈസ്. കണ്ടെയ്നർ ഷിപ്പിംഗ് ആണ്. അപ്പം നമുക്കതൊരു എന്തുവാ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 886 കിലോമീറ്റർ നമുക്ക് ഓടിക്കണം. 23 മണിക്കൂർ ഓടിക്കാനുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങ് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ സ്കാനിയയുടെ പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ. സ്കാനിയയുടെ പുതിയൊരു മോഡൽ വണ്ടിയാണ് ഇത്. എന്നിട്ടൊരു 2026 മോഡൽ, ആ മോഡൽ വണ്ടിയാണ്. ഓക്കെ, അപ്പം ഞാനിത് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ആഴ്ചയായിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മൾ കണ്ടക്ടറിന് എന്തായാലും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. വണ്ടി ഇടിക്കാതെ നമ്മൾ പോയാൽ മതിയായിരുന്നു. ഓക്കെ, ലൈറ്റ് ഓക്കെ, ലൈറ്റ് നമുക്ക് ഇട്ടിട്ട് പോകാം. എൻട്രൻസ് സാധ്യതയാണല്ലോ കാണിക്കുന്നത്. ഇതൊക്കെയാണല്ലോ എൻ്റെ ഇത് കാണിക്കുന്നത്. പോട്ടെ, നമുക്ക് റൈറ്റ് തിരിയണമല്ലോ. ഓക്കെ, പോട്ടെ. നമുക്കെന്തായാലും നമ്മൾ മടുക്കും, അത് ഉറപ്പാണ്. നമ്മളെന്തായാലും അത് മടുക്കും. കാരണം പറഞ്ഞാൽ ഓട്ടിക്കാൻ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ അധികം നമുക്ക് ഓട്ടിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് മടുക്കും. നമുക്ക് എവിടെയെങ്കിലും ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഓ, ഞാൻ വിചാരിച്ചു ഇടിച്ചെന്ന്, പക്ഷേ ഇടിച്ചില്ല, ഭാഗ്യം. നമ്മൾ എന്തുവാ നമ്മൾ ട്രക്ക് ഓടിക്കുന്നതല്ലേ, ഓടിക്കാൻ വേണ്ടി നമ്മളെടുത്ത വണ്ടി ആയതുകൊണ്ട് ഇടിച്ചാൽ നമ്മൾ നമുക്ക് തരുന്ന പൈസയിൽ നിന്ന് പിടിക്കും. അത് കുഴപ്പമുണ്ട്. ശടാ, നമ്മളിങ്ങനെ പോയാൽ നമ്മൾ എത്താൻ വൈകുമല്ലോ. ഫോണടിക്കാം. ഫോണടിക്കുവാ ഗൈസ്. അയ്യടാ, ഓക്കെ. വണ്ടി അങ്ങോട്ട് പുള്ളാവുന്നില്ലല്ലേ, എന്തോ ഒരു സംതിങ് റോങ് പോലെ. അപ്പം ഇവിടെ നമുക്ക് തിരിയാൻ പറ്റുമെന്ന് തോന്നുന്നു. തിരിയാം. ഇടിച്ചെന്ന് തോന്നുന്നു. ഇല്ല, വരുന്നുണ്ട് വണ്ടി. നമ്മൾ 800 കിലോമീറ്റർ ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നു. അല്ല, അയ്യോ, നമ്മളിങ്ങനെ അങ്ങ് പോവാ. എത്ര രൂപ നമുക്ക് കിട്ടും? എന്തായാലും നമ്മൾ സമയം താമസിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ വിട്ടോണ്ടിരിക്കണം. ഞാൻ മാക്സിമം കൈസ് നമ്മൾ കേരള മാപ്പ് ആക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം പറഞ്ഞാൽ ഇത് പുതിയ വേർഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന് പറ്റിയ മാപ്പൊന്നും കിട്ടുന്നില്ല. സുമിത്ര ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരള മാപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള മാപ്പാണെങ്കിൽ ഒരു മച്ചാനാണെങ്കിൽ വിൽക്കുന്നുണ്ട്, 500 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതും കൂടെ നോക്കുന്നുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത്. എന്തായാലും കിട്ടുമായിരിക്കും.
നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും ഞാൻ നോക്കുന്നുണ്ട് മാക്സിമം എന്തുവാ സുമത്ര മാപ്പോ അല്ലെങ്കിൽ കേരള മാപ്പോ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് മാക്സിമം. പറ്റുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരും ഗൈസ്. എന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ കൊണ്ടുവരും എന്നുള്ളത്. അത് ഞാൻ ഉറപ്പ് എന്തായാലും തരുന്നു കൊണ്ടുവരും എന്നുള്ളത്. വണ്ടി ഇങ്ങോട്ടാണ് പോകുന്നത്. ടാങ്കറാണല്ലോ. നമുക്ക് ഇങ്ങോട്ടായിരുന്നു. ശരി, നമ്മൾ വേറെ ബൈപ്പാസിൽ കയറുക കേട്ടോ. ഞാനോർത്ത് ടാങ്കറിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് പോകണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. എന്തിനാണ് ആൾക്കാരെ പറ്റിക്കണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷേ അവർക്ക് ഒറിജിനൽ മാപ്പ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒറിജിനൽ മാപ്പ് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തൊന്നുമില്ല. പിന്നെ എന്തിനാണ് പറ്റിക്കണേന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ ഒത്തിരി നോക്കുന്നുണ്ട്. നമുക്ക് ഒറിജിനൽ ഫയൽസ് കിട്ടിയാലേ നമുക്കും കളിക്കാൻ ശരിയാകത്തുള്ളൂ, നിങ്ങൾക്കും തരാനും ഒക്കത്തുള്ളൂ. വെറുതെ അല്ലാതെ ഞാൻ തന്നാൽ നിങ്ങൾക്ക് ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് പറ്റിച്ച് നല്ല പന്ന ഫയലാണ് തന്നേന്ന് പറയും. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഫയലാണ് ഞാൻ തന്നേന്ന് നിങ്ങൾ പറയും. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. 21 മണിക്കൂറിന് സാധാരണ ഞാൻ ഇത്രയും വലിയ ജോബൊന്നും എടുക്കാറില്ലാത്തതാണ്. പക്ഷെ എന്തോ എടുക്കാനൊരാഗ്രഹം തോന്നി, അങ്ങനെ എടുത്തു. റൗണ്ട് പോട്ട്. ഓക്കെ, ചെറുതായിട്ട് ആ വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാത്രിക്കല്ലേ നമ്മൾ വിട്ടത്, പകലും ഫുള്ള് ഓടിക്കാനാണ് നമ്മൾ പ്ലാന്. നമ്മളിപ്പോൾ ഷിപ്പിൽ കയറും തോന്നുന്നു കേട്ടോ. ഷിപ്പിൽ കയറും നമ്മൾ. കാരണം പറഞ്ഞാൽ ഇത് നമ്മൾ ഷിപ്പിൽ കയറിയിട്ട് പോകുന്ന എനിക്കൊന്ന് ഷിപ്പിങ് കൂടെ കയറിയിട്ട് പോകുന്ന ഇതായിരിക്കും കാണിക്കുന്നത് 800 സംതിങ് എന്നുള്ളത്. ഓക്കെ, 1% നമ്മൾ കണ്ടക്ടറിന് നമ്മൾ ഡാമേജ് വരുത്തി. അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെന്തായാലും രാവിലെ വെളുപ്പിനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഷിപ്പിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പിൻ്റെ പോന്നെ ഗൈസ്, ഞാനോർത്ത് ഇപ്പം ഇടിച്ചതെന്ന്. ഇനി ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാലോ? ഇവിടെ നമുക്ക് ഇവിടെ തിരിയാറായി. നമുക്ക് തിരിയാറായി ഗൈസ്, തിരിയാറായി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തിരിയണം. ഇവിടെ ഞാൻ പണ്ട് ഇത് കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഗൈസ് പണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഷിപ്പിൽ കയറുക. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇടുന്നു. എൻ്റർ. ഓക്കെ, നമ്മൾ കൊടുക്കുന്നു. പോവാണല്ലോ നമ്മൾ. എത്തി. നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് 145 കിലോമീറ്റർ ഓടിക്കാനുണ്ട് ഗൈസ്. കുഴപ്പമില്ല, ഞാൻ ഓർത്തു. പക്ഷേ എവിടെ ഇറങ്ങുന്നേ? ഏത് വഴി ഇറങ്ങുന്ന ഗൈസ്?
വഴിയുണ്ടോ അവിടെ? ഓ, തേണ്ട കിടക്കുന്നു. ഞാൻ നോക്കുകയും ചെയ്യുന്നു എവിടെ വഴി എന്നുള്ളത്. ഇരിക്കുന്നു. ചെറുതായിട്ട്. ഓക്കെ 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 ഓക്കെ. ആ, അതായത് നമ്മൾ വണ്ടി ഇടിച്ച കുഴപ്പം. ഇതിൻ്റെ ഇതെന്ത് പോകും എന്തോ വയസ്സ് തിരിക്കുന്ന ഇത് കൺട്രോളെല്ലാം വിട്ടുപോകും. അതൊരു വിഷയമാണ്. അതിൽ എന്തായാലും എത്ര ഞാൻ സ്കിന്നില്ലാത്ത ഒരു ബസ് വന്നു. അതൊരു മോഡാണ്, ഈ മോഡിൻ്റെ എററാണ് സ്കിന്നില്ലാത്ത ബസ്. അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും ഗൈസ്. എന്നാ രസമാണെന്നറിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തുനിന്ന് വന്നപ്പോൾ റൈറ്റ് സൈഡായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുവാ അല്ലേ? ആ ടാങ്കിലെ ലോറിയൊന്നും മറികടത്തിവിടാം. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും നല്ല തട്ടി വിടുകയാണ് കേട്ടോ. നമുക്കിനി 1 മണിക്കൂർ മതി. ഷിപ്പിൻ്റെ സമയമായിരുന്നു അത്രയും കാണിച്ചുകൊണ്ടിരുന്നത്. നമുക്കിനി 1 മണിക്കൂർ 37 മിനിറ്റ് മതി എത്താനായിട്ട്. നമ്മൾ ആഞ്ഞ് പിടിക്കുക. നമ്മൾ ഭയങ്കര ടയറാണ് ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഷിപ്പിനകത്ത് അത്രയും മണിക്കൂർ നമ്മൾ ഇരുന്നല്ലോ വന്നേ. ഭയങ്കര ടയർഡാണ് അത്രയും. എൻ്റെ പന്നി. അയ്യോ, ഞാൻ ലൈറ്റ് ഇടാനാണ് ഗൈസ് പോകുന്നത്. അയ്യേ, ഞാൻ ലൈറ്റ് ഞാൻ കിട്ടുന്നു. ഞാൻ ലൈറ്റ് ഇടാതെ പോകുന്നത് ഞാൻ ഇപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത്. ഷടാ, എന്ത് ചെയ്യാനാ. എവിടെ എനിക്ക് വണ്ടിയുടെ അകത്തിരുന്ന് ഓട്ടിക്കുന്നതിനാണ് ഇഷ്ടം. അതാന്നൊരു സുഖം. എനിക്ക് വണ്ടിയുടെ വെളിയിൽ ഓട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. നമ്മളിനി മേളത്തെ ഹൈവേ കയറുക കേട്ടോ. നമ്മളിനി മേളത്തിന് കറങ്ങി നമ്മളിനി മേളത്തിന് ഹൈവേ കയറും. മേളത്തെ ഹൈവേയിലേ നമ്മളിനി കറങ്ങി കയറും. എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പ് നോക്കിയാണ് ഞാനും പറയുന്നത്. ഓ, ഞാനടുത്ത് ആ വണ്ടി ഇപ്പം ഇടിച്ചെന്ന്. പെട്ടെന്ന് കേട്ടോ നമ്മൾ തിരിഞ്ഞത്. ഇൻഡിക്കേറ്റർ ഇട്ടതുമില്ല. 91 കിലോമീറ്ററിന് 1 മണിക്കൂർ 13 മിനിറ്റ്. വാവ്, എന്താ അല്ലേ. ആ, നേരെയാണോ? ആ, നേരെ. ഞാനടുത്ത് താഴെ കൂടെ ആയിരിക്കുന്നു. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് റെസ്റ്റ് എടുക്കാൻ. അത്യാവശ്യമാണ് ഗൈസ് നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട്. ഗൈസ്, ഞാൻ ലൈവ് തുടങ്ങുന്നതിന് എൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് പറയണേ കേട്ടോ. പക്ഷേ ഞാൻ ലൈവ് തുടങ്ങത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ലൈവ് തുടങ്ങത്തില്ല ഗൈസ്. കാരണം എനിക്ക് സ്കൂൾ തുറന്നു ഗൈസ്. സ്കൂൾ തുറന്നുകൊണ്ട് ഡീസൻ്റായിട്ട് നല്ല കൊച്ചായിട്ട് ഞാൻ സ്കൂളിൽ പോവാണ് ഗൈസ്. അതുകൊണ്ട് പറ്റത്തില്ല. വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് ലൈവ് ഇടാം ഗൈസ്. ലൈവും അതും ഇതെല്ലാം ഇടാം. നമ്മളിപ്പോൾ കത്തിച്ച് വിട്ടോണ്ടിരിക്കുകയാണേ. 58 മിനിറ്റ് കൊണ്ട് നമ്മൾ പോവാം. ഓക്കെ, ഹൈവേ ബൈപ്പാസ്. വാ, വണ്ടി ഇങ്ങനെ കളിക്കാൻ കൊള്ളാം. എൻ്റെ കളിക്കൽ നമ്മുടെ കമ്പനി വണ്ടിയാണ് ഗൈസ്.
ഇതുമെല്ലാം പൊട്ടിപ്പോയി. ഇത് തീർന്നു. നമ്മൾ വേറെ വണ്ടിയും കുറേ എടുത്തിട്ടുണ്ട് ഗൈസ്. അതിൽ നമ്മൾ 3 ഡ്രൈവർമാരെ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ശമ്പളം കൊടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അവർ നമ്മൾ ആ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓട്ടത്തിന് വേണ്ടി കൊടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ അത് എന്തുവാ ഓട്ടത്തിനൊക്കെ പോകാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 സ്കാനിയയുടെ വണ്ടിയാണ്. 3 സ്കാനിയയുടെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെള്ളം, ഒന്ന് വേറത്തിന്, പിന്നെ ഇനി ഒരെണ്ണം കൂടി എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ ഗ്യാരേജ് ഒരെണ്ണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരെണ്ണം അറിയാതല്ല, നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ നമ്മൾ മേടിച്ചു. ഗ്യാരേജ് ആണെന്നും പറഞ്ഞു, നമ്മൾ സ്ലീപ്പിംഗ് ബൂത്താണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ചു. അപ്പം ഗ്യാരേജിൽ ഇനി നമുക്ക് ആ ഗ്യാരേജിലൂടെ നമുക്ക് കുറച്ച് വണ്ടി വാങ്ങിച്ചിട്ടിട്ട് നമുക്ക് ഓട്ടിക്കാൻ ഇടണം ഗൈസ്. നമ്മൾ ഓട്ടിക്കാനായിട്ട് ഇടണം ഡ്രൈവറിനെ വെച്ചിട്ട്. അപ്പം നല്ലതല്ലേ, നമുക്ക് അതിൻ്റെ കൂടെ കമ്മീഷൻ നമുക്ക് പൈസ കിട്ടും. പിന്നെ നമ്മൾ ഓടുന്നതിന് നമുക്ക് പൈസ കിട്ടും. എല്ലാത്തിനും നമുക്ക് പൈസ കിട്ടും. നല്ല കാര്യം അത്. ഞാൻ ഇത്ര നല്ല സ്പീഡിൽ വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നല്ല സ്പീഡിലാണ് ഞാൻ വന്നത്. 90 എന്തോ സ്പീഡാണെന്നറിയോ. നമ്മൾ അടുത്ത ബൈപ്പാസ് കയറുമല്ല അല്ല നമ്മൾ സ്ഥലമെത്തി. 31 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇപ്പോഴേ സ്ഥലത്ത് എത്താൻ സാധ്യതയുള്ളൂ. ഇല്ല. എനിക്ക് തോന്നുന്നു ചെറിയൊരു ബൈപ്പാസ് കയറിയിട്ട് നമ്മൾ പോകാൻ തോന്നുന്നു. ചെറിയൊരു ബൈപ്പാസ്. ഞാൻ പറഞ്ഞില്ലേ, ടിക്കറ്റ് ഓഫ് ആകട്ടെ. ഇനി അത് കണ്ടത് ഇനി ഫൈൻ ഇനി അടിക്കും. ഫൈൻ. ഓക്കെ, നേരെ തന്നെ നമുക്ക് വേണ്ടി. ഇനി 19 കിലോമീറ്റർ. 19 കിലോമീറ്റർ. അപ്പോൾ എങ്ങനെ 31 കിലോമീറ്റർ നേരത്തെ കാണിച്ചു? ഇതിൻ്റെയൊക്കെ കിലോമീറ്ററൊക്കെ തെറ്റാണ് കേട്ടോ. വിശ്വസിക്കാനേ ഒക്കത്തില്ല. പറ്റിക്കും ചില സമയത്ത്. നമ്മുടെ സ്ഥലമൊക്കെ എത്താറായി. കണ്ട് 12 കിലോമീറ്റർ അല്ലേ, ഇപ്പം എത്താറായി. ഇതുണ്ട്, എത്തി. ഫൈനൽ നമ്മൾ അങ്ങ് എത്തി. 19 മണിക്കൂർ കണ്ട് നമ്മൾ എന്തുവാ ബോട്ടിലായിരുന്നു ഗൈസ്. 19 മണിക്കൂർ. സിറ്റി. ഓക്കെ, വലുക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. അയ്യോ, വഴി മാറിപ്പോയി. ഓക്കെ. എന്നാലും ഇവിടെ ഞാനിപ്പോൾ എന്തായാലും പാർക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. അവർ ഓട്ടോമാറ്റിക് പാർക്ക് ചെയ്തോളും. അപ്പം ബബിൾട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ. ഓക്കെ, അപ്പം ഞാനൊരു പോട്ടെ, ഞാൻ ഉറങ്ങാൻ പോട്ടെ. ബൈ, ടാറ്റ.